ഇത് ചേരാത്ത കുറേ ലിപ് ഷെയ്ഡ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ചേർത്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ വ്ളോഗ്. നമ്മളുടെ കയ്യിൽ ചേരാത്ത ടൈപ്പ് ലിപ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിൻ ടോണിന് ചേരാത്തതെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് ചേർത്തെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം കാജലാണ്. ഇത് നിങ്ങൾക്ക് അലർജിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലിപ്പിലെടുത്ത് അടിക്കരുത്. എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ ലിപ് ലൈനർ ആയിട്ട് കാജൽ യൂസ് ചെയ്യാറുള്ളൂ. ഇനി നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ള സാധാരണ ലിപ്സ്റ്റിക് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ലാക്മിയുടെ ലിപ്സ്റ്റിക് ആണ്. ഇതിന് 600 ആണ് കേട്ടോ റേറ്റ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് ആണ്. ഇത് നന്നായിട്ട് ഈ ബ്ലാക്കിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി ഫിനിഷാണ്. നിങ്ങൾക്ക് റിസപ്ഷനൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതായത് നൈറ്റിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നല്ല എടുപ്പുണ്ടാവുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഏകദേശം എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്നതാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഞാൻ കുറച്ചൊരു ഡസ്കി സ്കിൻ ടോൺ ആണ്, എനിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. കുറച്ചധികം കോട്ടുകളായിട്ട് ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊന്ന് ഡാർക്ക് ആക്കാന്ന് വിചാരിച്ചു. ഇത് ബ്ലാക്കിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഇനി നമ്മളുടെ കയ്യിൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, മൊത്തത്തിൽ 5 എണ്ണാണുള്ളത്. അതിലൊരെണ്ണം ഇപ്പോൾ ട്രൈ ചെയ്തു. ഇനി ബാക്കി 4 എണ്ണാണുള്ളത്. ഇതിൽ ഈ 4 എണ്ണം എൻ്റെ സിസ്റ്റർ അഥവാ കസിൻ സിസ്റ്ററുടെ ആണ് കേട്ടോ. നമ്മൾ കമ്മലൊക്കെ ഇട്ടൊന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു. കമ്മലിടുന്ന സമയത്ത് ഞാൻ പുറത്തു പോകുമ്പോൾ മാത്രമേ കമ്മലിടാറുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു അങ്ങനെ ഇടാതെ ഓട്ടം അടഞ്ഞു പോയെന്ന് പേടിച്ചായിരുന്നു. നോ. ആൻഡ് ദെൻ നമ്മൾക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം നമ്മളുടെ എക്സ്പെരിമെൻ്റ്. നെക്സ്റ്റ് ഈ സ്റ്റുഡിയോയിലുള്ള ഒരു ലിപ് ഷെയ്ഡാണ്. ഇത് ലിപ് ഷെയ്ഡൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഇത് നമ്മൾക്ക് ലിപ് ലൈനർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ ഒരു കളർ ഉണ്ടല്ലോ എനിക്ക് തീരെ മാച്ച് ആവുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ വേറെ ഒരു ഷെയ്ഡ് കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതും ആ ഒരു പിങ്ക് കളർ തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മേലെ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക് അടിച്ചു കൊടുക്കുക. നമ്മൾ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയാണ് ഈ ഒരു സാധാരണ ലിപ്സ്റ്റിക് എടുത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. ഇതാണ് ഫൈനൽ റിസൾട്ട്. പിന്നെ ഒരു കാര്യം, ഇത് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഇത് ഇട്ടോണ്ട് ഒരിക്കലും പുറത്തിറങ്ങരുത്, കാരണം നന്നായിട്ടുണ്ടാവില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യരുത്. വല്ല ഡാർക്ക് കളറും പോയി ട്രൈ ചെയ്യണം, ലൈക്ക് റെഡ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത് അടിച്ചുകൊണ്ട് പുറത്തു പോകുന്നില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് മാമാ എർത്തിൻ്റെ ലിപ് ബാം ട്രൈ ചെയ്യാം. ഈ ലിപ് ബാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 in 1 ലിപ് ബാം ആണ്. ഇത് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, ലിപ് ബാമുമായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ലിപ് ബാം ഉണ്ടല്ലോ കുറേ നേരം ഞാനിങ്ങനെ തേച്ച് നോക്കിയപ്പോൾ നല്ല കളർ വരുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു നാച്ചുറൽ ലുക്കും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് സംഭവം കൊള്ളാം. ഇനി നമ്മൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആയിട്ട് നോക്കാം, എത്രത്തോളം ഇതിൽ ആ ഒരു കളർ വരുന്നുണ്ടെന്ന് അറിയാനാണ് കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടതായിട്ടോ ഒന്നും നമുക്ക് തോന്നില്ല, ഒരു നാച്ചുറൽ ഫിനിഷ് ഉണ്ട്. ഇനി അടുത്തത് വേറൊരു 2 in 1 ആണ് കേട്ടോ. കാരണം ഇതിൽ ലിപ് ഗ്ലോസ് ഒരു സൈഡ്, പിന്നെ വേറൊരു സൈഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്കുമാണ് ഉള്ളത്. ഇത് സ്റ്റുഡിയോയുടെ ആണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം, ഇതിൽ ഈ ലിപ് ഗ്ലോസ് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നല്ല ടൈറ്റായിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാനൊരു കപ്പ് കേക്കും കഴിച്ച് ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.